ഹലോ കുട്ടികളെ, വെൽക്കം ടു ഹിന്ദി കൂട്ടുകാരൻ ചാനൽ. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഉപകരിക്കുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അത് ഉപകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ചെയ്യുന്ന ഓരോ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ക്ലാസ് 6ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ സാസ് സാസ് മേ ബാസ് എന്ന അധ്യായത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സാസ് സാസ് മേ ബാസ്. ഇവിടെ സാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉച്ഛ്വാസവായു, ബാസ് എന്ന് പറഞ്ഞാൽ ബാംബു. एक जादूगर थे जंग की जंगल नवा. अपने जीवन में उन्होंने कई बड़े बड़े करतब दिखलाए. അപ്പോൾ ഒരു ജാദുഗർ, ഒരു മെജീഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഒരു മെജീഷ്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ചെങ്കക്കി ചെങ്കൽ നബ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ വലിയ വലിയ പെർഫോമൻസ്, കർത്തബ് എന്ന് പറഞ്ഞാൽ കുറേ പെർഫോമൻസ് ട്രിക്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക്. ജബ് മർനെ കോ ഹുവേ തോ ലോഗോ സെ ബോലെ मुझे दफनाए जाने के छठे दिन मेरी कब्र खोद कर देखोगे तो कुछ नया सा पाओगे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യമായപ്പോൾ, അന്ത്യദിനങ്ങളിൽ അദ്ദേഹം ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുജെ ദഫ്നായെ, അതായത് എന്നെ അടക്കം ചെയ്യുമ്പോൾ, ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്നെ അടക്കം ചെയ്യുമ്പോൾ, ജാനയ്ക്ക് ഛട്ടേ ദിൻ, അടക്കം ചെയ്തതിന് 6ാമത്തെ ദിവസം എൻ്റെ ശവകുടീരം നിങ്ങൾ കുഴിച്ച് നോക്കുകയാണെങ്കിൽ ദേഖോഗെ തോ കുച്ച് നയാസ പാവുകെ, ഒരു പുതിയൊരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. कहा जाता है कि मौत के छठे दिन उनकी कब्र खोदी गई और उसमें से निकले बांस की टोकरियों के कई सारे डिज़ाइन. അപ്പോൾ എന്താണ് പറയപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് മരണത്തിൻ്റെ 6ാമത്തെ ദിവസം ആ ശവകുടീരം, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അവർ കുഴിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിലെന്താണ് കാണാൻ സാധിച്ചത്? ഉസ്മേസെ നിക്ലെ ബാസ് കി ടോക്രിയോം കെ കൈ സാരി ഡിസൈൻ. ബാസ് അതായത് മുള, ബാംബു കൊണ്ടുണ്ടാക്കിയ കുറേ കൊട്ടകളുടെ എന്താ വിവിധ തരത്തിലുള്ള കൊട്ടകൾ, അതായത് വിവിധ ഡിസൈനിലുള്ള കൊട്ടകൾ കാണാൻ സാധിച്ചു. लोगों ने उन्हें देखा, पहले उनकी नकल की और फिर नए ഡിസൈൻ भी बनाए. അപ്പോൾ ആളുകളത് കാണുകയും പിന്നെ അതിൽ നിന്നും അത് നോക്കി അവരെന്താണ് അതുപോലെ കോപ്പി ചെയ്യുക, അതുപോലെ അവർ പഠിച്ചെടുക്കുന്നു. നക്കൽ കി और फिर नए डिസൈൻ भी बनाए. അത് നോക്കി മനസ്സിലാക്കി അവർ പിന്നീട് ആ മുളകൾ കൊണ്ട്, ബാംബൂസ് കൊണ്ട് പുതിയ പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാനും തുടങ്ങി. बांस भारत के विभिन्न हिस्सों में बहुतायत में होता है. അപ്പോൾ ബാസ്, മുള, അതായത് ബാംബൂസ് ഭാരതത്തിലെ വിഭിന്ന ഭാഗങ്ങളിലായിട്ട് അത് സമൃദ്ധമായിട്ട് കാണപ്പെടുന്നു. ബഹുതായത്ത് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ട്. ഭാരത് के उत्तर पूर्वी क्षेत्र के 7 राज्यों में बांस बहुत उगता है. അപ്പോൾ ഭാരതത്തിൻ്റെ ഉത്തർപൂർവി എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആ ക്ഷേത്രങ്ങളിൽ, അതായത് അവിടെയുള്ള 7 സ്റ്റേറ്റ്സുകളിലും മുളകളുടെ, അതായത് ബാംബൂസ് വളരെ സമൃദ്ധമായിട്ട് വളരുന്നു. इसलिए वहाँ बांस की चीज़ें बनाने का चलन भी खूब है. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് ബാംബു വളരുന്നത് കൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലൊക്കെ എന്താണ് അവിടെ കൂടുതലായിട്ട് അവർ ബാംബൂസ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് കൂടുതൽ അവിടെ വിൽക്കപ്പെടുന്നതും അവിടെ കാണപ്പെടുന്നതും. ചലൻ ബി ഖൂബ്. അവിടെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതി, അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ് ഈ ബാംബു എന്നത്. सभी समुदायों के भरण पोषण में इसका बहुत हाथ है. അത് തന്നെയാണ് ഇത് പറയുന്നത്. സമുദായമൊക്കെ, അവിടെയുള്ള എല്ലാ സമുദായങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു പാർട്ട്, അതായത് ഭരൺ പോഷൺ, അതായത് അവരുടെ പരിപാലനം തന്നെ ഈ ബാംബു കൊണ്ടാണ് എന്ന് തന്നെ പറയാം.
इसका बहुत हाथ है. यहाँ हम खास तौर पर देश के उत्तरी पूर्वी राज्य നാഗാലാൻഡ് की बात करेंगे. ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് ഭാരതദേശത്തിൻ്റെ ഉത്തരി പൂർവി അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റായ നാഗാലാൻഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നാഗാലാൻഡ് की निवासियों में बांस की चीज़ें बनाने का खूब प्रचलन है. അപ്പം നാഗാലാൻഡിൽ മെയിൻ ട്രെൻഡ് ഈ ബാമ്പു കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. അവിടുത്തെ കസ്റ്റം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് എന്ന് തന്നെ പറയാം ഈ ബാമ്പു കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ. इंसान ने जब हाथ से कलात्मक चीज़ें बनानी शुरू की बांस की चीज़ें तभी से बन रही हैं. ഒരു എന്താണ് മനുഷ്യന്മാർ എപ്പോഴൊക്കെ കലാത്മകമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയോ ആ കാലം മുതൽക്കേ ഈ ബാമ്പ് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളും ഉണ്ടാക്കി വരുന്നുണ്ട്. അതായത് ആ കാലം മുതൽക്കേ ഈ മുള കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. आवश्यकता के अनुसार इसमें बदलाव हुए हैं और अब भी हो रहे हैं. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ആവശ്യകത അതിനനുസരിച്ചിട്ട് കുറേയധികം വ്യത്യാസങ്ങളും അതിൽ വരുന്നുണ്ട്. ബദ്ലാവ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അപ്പോൾ കുറേയധികം വ്യത്യാസങ്ങളും അതിൽ വരുന്നുണ്ട്. ഇപ്പോഴും അത് വ്യത്യാസത്തിനനുസരിച്ച് അതായത് ആവശ്യത്തിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. कहते हैं कि बांस की बुनाई का रिश्ता उस दौर से है जब इंसान भोजन इकट्ठा करता था. അപ്പോൾ പണ്ട് കാലങ്ങളിൽ മനുഷ്യർ ഭക്ഷണം ഇങ്ങനെ സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കാലം മുതൽക്കേ ഇത് എന്താണ് ബാമ്പു കൊണ്ടുണ്ടാക്കിയ ബാമ്പു തുന്നി ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് ആ കാലം മുതൽക്കേ മനുഷ്യർക്ക് അതുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് പണ്ട് മുതൽക്കേ ഈ ബാമ്പു കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു മനുഷ്യർ. ഷായദ് ഭോജൻ ഇക്കട്ടാ കർനെ കെ ലിയേ ഹി ഉസ്നെ ऐसी डलियानुमा चीज़ें बनाई होंगी. ചിലപ്പോൾ ഈ ഡലിയാനുമ ചീസയും അതായത് ആ എന്താണ് ഭക്ഷണ സാധനങ്ങൾ സംഭരിക്കാനായിട്ടുള്ള രീതിയിലാണ് ആ പാത്രങ്ങൾ ബാമ്പു കൊണ്ടുണ്ടാക്കിയ ആ സാധനങ്ങൾ ഡലിയാനുമ രീതിയിൽ അതായത് ഡലിയാനുമ ഒരു ആകൃതിയിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ കാരണം തന്നെ ഈ ഭക്ഷണം സംഭരിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം. क्या पता बया जैसी किसी चिड़िया के घोंसले से टोकरी के आकार और बुनावट की तरकीब हाथ लगी हो. ആർക്കറിയാം ചിലപ്പോൾ ഈ ബയ പക്ഷി സാധാരണ ഈ മരങ്ങളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പിലുള്ള ഘോസ്ല കാണാം, അതായത് കൂട് കാണാം, നെസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ആ നെസ്റ്റിൽ നിന്നുമായിരിക്കാം മനുഷ്യർക്ക് ഇൻസ്പിറേഷൻ ലഭിച്ചിരിക്കുക ഇങ്ങനത്തെ എന്താണ് ബാസ്ക്കറ്റ്സൊക്കെ ഉണ്ടാക്കാനായിട്ട്. ആ ആകൃതിയിലുള്ള ബാസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള എന്താണ് ബുനാവട്ട് കി തർക്കീബ്, അത് തുന്നുന്ന ആ രീതി അല്ലെങ്കിൽ ആ ടെക്നിക്ക് മനുഷ്യർക്ക് ലഭിച്ചത് ചിലപ്പോൾ ബയ എന്ന പക്ഷിയിൽ നിന്നുമാകാം. बांस से केवल टोकरियाँ ही नहीं बनती, बांस की खपच्चियों से ढेर चीज़ें बनाई जाती हैं, जैसे तरह तरह की चटाइयाँ, टोपियाँ, टोकरियाँ, बर्तन, बैलगाड़ियाँ, फर्नीचर, सजावटी सामान, जाल, मकान, पुल और खिलौने भी. അപ്പോൾ ബാൻസ് കേവൽ ടോക്രിയാം ഹി നഹി ബൻത്തി. അപ്പോൾ ബാൻസ് കൊണ്ട് ഈ മുള കൊണ്ട് വെറും ബാസ്ക്കറ്റ്സ് മാത്രമല്ല ഈ അതിൻ്റെ ആ ഖപ്പച്ചിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇങ്ങനെ തോല് പോലെ ഇങ്ങനെ സ്ട്രിപ്പ് എടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഖപ്പച്ചിയോംസെ ഢേർ ചീസയും ബനായി ജാത്തി, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ അതുകൊണ്ടുണ്ടാക്കാം. ജैसे तरह तरह की चटाइयाँ, കുറേ ഡോർ മാറ്റ്സ്, തൊപ്പികൾ, പിന്നെ ബാസ്ക്കറ്റ്സ്, പിന്നെ പാത്രങ്ങൾ, പിന്നെ ബേൽഗാഡിയാം ഈ കാർട്ട്സ്, പിന്നെ ഫർണിച്ചർ, പിന്നെ സജാവട്ടി സാമാനിന് അലങ്കാര വസ്തുക്കളും, പിന്നെ നെറ്റ്, ഈ പിന്നെ മക്കാൻ വീട് പോലും ഈ ബാമ്പു കൊണ്ടുണ്ടാക്കാം, പിന്നെ പുൽ, ബ്രിഡ്ജ് ഓർ ഖിലോനെ ബി കളിപ്പാട്ടങ്ങളും. असम में ऐसे ही एक जाल ജൊക്കായി में मछली पकड़ते हैं. അപ്പോൾ ആസാമിൽ ഒരു ട്രാപ്പ്, ഫിഷസിനെ പിടിക്കുന്ന ഒരു നെറ്റ് പോലത്തെ ഒരു എന്താണ് ബാമ്പു കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ജൊക്കായ് എന്ന് പറയുന്നത്. ജൊക്കായിലാണ് ഫിഷസിനെ അവർ പിടിക്കുന്നത്, മച്ഛലി പക്കടത്തെ മീനുകളെ പിടിക്കുന്നത്. അപ്പോൾ छोटी मछलियों को पकड़ने के लिए इसे पानी की सतह पर रखा जाता है. അപ്പം ചെറിയ ചെറിയ മീനുകളെ പിടിക്കാനായിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ അവർ വെക്കും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മീനുകൾ വന്നിട്ട് ട്രാപ്പാവും. യാ ഫിർ ധീരെ ധീരെ ചലത്തെ ഹുവേ ഖീഞ്ചാ ജാത്താ ഹൈ. അപ്പോൾ പതുക്കെ അല്ലെങ്കിൽ എന്താ അവർ ചെയ്യുക, അതിനെ പിടിച്ചിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പിടിച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിഷസ് ട്രാപ്പാവും.
അപ്പോൾ बांस की खपച്ചിयों को इस तरह बांधा जाता है कि वे एक ശംഖു का आकार ले ले. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോക്കോയ്. അപ്പോൾ ഈ ബാംബുവിൻ്റെ ഈ സ്ട്രിപ്സ് ബാംബു സ്ട്രിപ്സ് എടുത്തിട്ട് അതിങ്ങനെ എങ്ങനെയാണ് കോർക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശംഖുവിൻ്റെ ആകാരത്തിലാണ് അത് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഈ ശംഖുവിൻ്റെ ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഊപ്പരി സിറ ഒരു എന്താണ് അണ്ഡാകൃതിയിൽ, അതായത് ഇങ്ങനെ മുട്ടയുടെ ആ ഒരു ആകൃതിയായിരിക്കും മുകളിലത്തെ പോർഷൻ. അപ്പോൾ നിച്ചലെ നുക്കീലെ സിറെ पर खपचियाँ एक दूसरे से गुंथी हुई होती हैं. അപ്പോൾ നീച്ചെ നുക്കീലെ സിറെ पर, അപ്പോൾ ഈ താഴെ അറ്റത്ത് ഇങ്ങനെ നല്ല ഷാർപ്പ് നുക്കീല, അതായത് ഷാർപ്പ് എൻഡാണ് അതിനുള്ളത്. നുക്കീലെ സിറെ पर खपचियाँ एक दूसरे से गुंथी हुई होती हैं. ആ താഴെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ സ്ട്രിപ്സ് മേലെ കോർത്തിട്ടുണ്ടാവും അതിൽ. खपचियों से तरह तरह की टोपियाँ भी बनाई जाती हैं. അപ്പോൾ ഈ ഖപ്പച്ചിയാം അതായത് ഈ ബാംബുവിൻ്റെ ആ സ്ട്രിപ്സ് കൊണ്ട് വിവിധ തരത്തിലുള്ള തൊപ്പികളും ഉണ്ടാക്കാൻ സാധിക്കും. असम के चाय बागानों के चित्रों में तुम्हें लोग ऐसी टोपियाँ पहने दिख जाएंगे और हाँ, उनकी पीठ पर टंगी बांस की बड़ी सी टोकरी देखना न भूलना. അപ്പോൾ ആസാമിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചായ് ബാഗാനോം, അതായത് ടീ എസ്റ്റേറ്റ്സിൽ അല്ലെ, ടീ പ്ലാന്റേഷൻസ്, അപ്പോൾ ടീ എസ്റ്റേറ്റ്സിലൊക്കെ അവിടെ പോവുകയാണെങ്കിൽ ചിത്രവുമേ നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഗ് ऐसी टोपियाँ पहने दिख जाएंगे, ഇങ്ങനെയുള്ള തൊപ്പികൾ, ഈ ബാൻസിൻ്റെ തന്നെ ഈ സ്ട്രിപ്സ് കൊണ്ടുണ്ടാക്കിയ തൊപ്പികൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിഖ് ജായെങ്കെ. ഓർ ഹാ, ഉൻകി പീഠ് പർ ടങ്കി ബാൻസ് കി ബഡീ സി ടോക്കറി, അവരുടെ എന്താണ് മുതുകിൽ അവർ എന്താണ് വലിയൊരു ബാൻസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റും അവരുടെ മുതുകിൽ, അതിലാണ് അവർ ഈ ടീ ലീവ്സൊക്കെ ഇടുന്നത്. ബാൻസ് കി ബഡീ സി ടോക്കറി ദേഖ്നാ ന ഭൂൽന, അത് കാണാൻ മറക്കരുത് എന്നാണ് പറയുന്നത്. जुलाई से अक्टूबर घनघोर बारिश के महीने, यानी लोगों के पास बहुत सारा खाली वक्त, या कहो आसपास के जंगलों से बांस इकट्ठा करने का सही वक्त. അപ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെ ഘൻഘോർ ബാരിഷ്, അതായത് മൂസ്ലാധാർ ബാരിഷ് അല്ലെങ്കിൽ ടൊറൻഷ്യൽ റെയിൻ ആയിരിക്കും ആ സമയത്ത്. വളരെ എന്താണ് കൂടുതൽ സമയം ആളുകൾക്ക് കൂടുതൽ ഫ്രീ ടൈം ലഭിക്കും. യാനി ലോഗോं के पास बहुत सारा खाली वक्त, ഫ്രീ ടൈം ലഭിക്കും. അപ്പോൾ അല്ലെങ്കിൽ എന്ത് പറയാം, ആ സമയത്ത് ആളുകൾക്ക് ഈ ബാമ്പു കളക്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണെന്ന് തന്നെ പറയാം. യാക്കഹോ ആസ്പാസ് കി ജംഗലും സെ, ചുറ്റുമുള്ള ഈ കാടുകളിൽ നിന്നുമൊക്കെ ഈ ബാമ്പു കളക്ട് ചെയ്യാനുള്ള കറക്റ്റ് സമയമാണെന്ന് തന്നെ പറയാം. ഇക്കട്ടാ കർണേക്ക, കളക്ട് ചെയ്യാനുള്ള സമയം. ആം തോർ പർ വേ 1 से 3 साल की उम्र वाले बांस काटते हैं. അപ്പോൾ സാധാരണയായിട്ട് 1 മുതൽ 3 വർഷം പ്രായമുള്ള ബാമ്പു ആണ് അവർ മുറിച്ചെടുക്കാറ്, അതായത് അത്രയും പഴക്കമുള്ളത്. അപ്പോൾ ബൂഢേ ബാൻസ് സഖ്ത് ഹോത്തെ ഹെ ഓർ ടൂട്ട് ബി തോ ജാത്തെ ഹെ. അപ്പോൾ ഈ പ്രായമുള്ള മുള, അതായത് കുറേ വർഷം പഴക്കമുള്ള ഈ ബാമ്പു അത് കൂടുതൽ ബ്രിട്ടിലായിരിക്കും, അത് വേഗം പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ബാൻസ് സേ ശാഖായേം ഓർ പത്തിയാം അലഗ് കർ ദി ജാത്തി ഹെ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, ഈ ബാമ്പുവിൽ നിന്നും ആ ബ്രാഞ്ചസും ലീവ്സും ഒക്കെ എടുത്ത് മാറ്റും. പിന്നെ അതിനുശേഷം ഇസ്കെ ബാദ് ऐसे बांसों को चुना जाता है जिनमें गांठें दूर दूर होती हैं. അപ്പോൾ എങ്ങനെയുള്ള മുളയാണ് അവർ യൂസ് ചെയ്യുന്നത്, ഈ എന്താണ് ഗാംഠേം, ഇങ്ങനെ ഈ ബാമ്പുവിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലൈന് പോലെ കാണാം ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ലെങ്ത്തിൽ, അതായത് നീളത്തിൽ ദൂരെയുള്ളത് ദൂരെ അതിൻ്റെ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാമ്പുവാണ് അവർ ഉപയോഗിക്കുന്നത്. दावो यानी चौड़े चांद जैसी फाल वाले चाकू से इन्हें छीलकर खपचियाँ तैयार की जाती हैं. दावो यानी चौड़े, दावो എന്ന് പറഞ്ഞാൽ ആ കത്തിയാണ് പറയുന്നത്. അപ്പോൾ ചോടെ ഇങ്ങനെ എന്താണ് വിടുത്തുള്ളതും പിന്നെ ചന്ദ്രനെ പോലെ ആകൃതി ഉള്ള ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് കത്തി ഉപയോഗിച്ചിട്ടാണ് അവർ അതിൻ്റെ തോല് ഇങ്ങനെ എടുക്കാറ്. അപ്പോൾ അതിനെയാണ് എന്താണ് ഖപ്പച്ചിയാം എന്ന് പറയുന്നത്. ആ സ്ട്രിപ്സിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ആ സ്ട്രിപ്സിനെയാണ് അങ്ങനെ പറയുന്നത് ഖപ്പച്ചിയാം എന്ന്. അപ്പോൾ അങ്ങനെ ഖപ്പച്ചിയാം തയ്യാർ കി ജാത്തി, അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഖപ്പച്ചിയോം കി ലംബായി പഹലെ സേ ഹി തയ് കർ ലി ജാത്തി. അപ്പോൾ ഏകദേശം എന്ത് സാധനമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത്, ആ ഖപ്പച്ചിയാം എടുക്കുന്നതിൻ്റെ ആ ലെങ്ത്ത് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കും. തയ് കി ജാത്തി ഹെ, തയ് കർ ലി ജാത്തി ഹെ. मसलन എന്ന് പറഞ്ഞാൽ आसन जैसी छोटी चीज़ें बनाने के लिए बांस को हर एक गठन से
കാട്ടാ ജാത്താ ഹെ. അപ്പോൾ ആസന, അതായത് ഇരിപ്പിടം പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ആ ഗാണ്ട് ഉള്ള അടുത്ത് തന്നെ അത് മുറിക്കേണ്ടതായിട്ട് വരുന്നു. गठान से काटा जाता है. लेकिन टोकरी बनाने के लिए हो सकता है कि 2 या 3 या 4 गठानों वाली ലംബി ഖപ്പച്ചിയാം കാട്ടി ജായ്. അപ്പോൾ പക്ഷേ ടോക്കറി ഉണ്ടാക്കണമെങ്കിൽ, ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിലോ 2, 3, 4 ഇങ്ങനെ കെട്ടുള്ള ടൈപ്പ് ലംബി ഖപ്പച്ചിയാം, ഈ നീളത്തിൽ ആ സ്ട്രിപ്സ് എടുക്കേണ്ടതായിട്ട് വരും. यानी कहाँ से काटा जाएगा यह टोकरी की लंबाई पर निर्भर करता है. അപ്പോൾ എത്ര ലെങ്ത്തിൽ വേണോ ആ കൊട്ട അല്ലെങ്കിൽ ബാസ്ക്കറ്റ് അതിനനുസരിച്ചിട്ടായിരിക്കും ആ സ്ട്രിപ്സും മുറിച്ചെടുക്കുന്നത് അവർ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഉണ്ടാക്കുന്ന ആ ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും, എങ്ങനത്തെ ടൈപ്പ് ബാസ്ക്കറ്റാണോ ഉണ്ടാക്കുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ ലെങ്ത്ത്. നിർഭർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആംതौर पर खपच्चियों की चौड़ाई 1 इंच से ज़्यादा नहीं होती है. അപ്പോൾ സാധാരണയായിട്ട് ഈ ഖപ്പച്ചിയുടെ ചൊടായി, അതായത് അതിൻ്റെ വിഡ്ത്ത് 1 ഇഞ്ചിന് കൂടുതൽ ഉണ്ടാവും, 1 ഇഞ്ചേ ഉണ്ടാകത്തുള്ളൂ, 1 ഇഞ്ചിൽ നിന്നും കൂടുതൽ ഉണ്ടാകത്തില്ല. चौड़ी ഖപ്പച്ചിയാം കിസി കാം കി നഹി ഹോത്തി. അപ്പോൾ ഈ എന്താണ് വിഡ്ത്ത് കൂടിയിരിക്കുന്ന ഖപ്പച്ചിയാം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. इन्हें चीर कर पतली ഖപ്പച്ചിയാം बनाई जाती. അപ്പോൾ ചോടി ഖപ്പച്ചിയാം ഉണ്ടെങ്കിൽ അതിനെ ടയർ ചെയ്തിട്ട് ചീർക്കർ, അതായത് ടയർ ചെയ്തിട്ട് നല്ല നേരിയ ഖപ്പച്ചിയാം ഉണ്ടാക്കും. അപ്പോൾ പത്ലി ഖപ്പച്ചിയാം ലച്ചീലി ഹോത്തി. ലച്ചീലി എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിളായിട്ട് അവർക്ക് ഏത് രൂപത്തിലാണെങ്കിലും അത് തുന്നിയെടുക്കാനായിട്ട് സാധിക്കും. ഖപ്പച്ചിയാം ചീർന ഉസ്താദി കാ കാം ഹെ. അതും നല്ല എന്താണ് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയാം, മാസ്റ്ററി വേണം അതിന്. ഉസ്താദി ഖപ്പച്ചിയാം ചീർന, അത് ഇങ്ങനെ ടയർ ചെയ്തെടുക്കുക എന്ന് തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ജോലിയാണ്. हाथों की कलाकारी के बिना ഖപ്പച്ചിയും की मोटाई बराबर बनाए रखना आसान नहीं. അപ്പോൾ ഒരേ രീതിയിൽ അതിൻ്റെ എന്താണ് തിക്നെസ്സും ഇതൊക്കെ വരണമെങ്കിൽ ഖപ്പച്ചിയാം അതൊരു എന്താണ് ഒരു കലാകാരി തന്നെയാണ്, അതായത് അതൊരു ആർട്ട് തന്നെയാണ്, കൈകളുടെ ഒരു കഴിവ് അല്ലേ എന്നാണ് പറയുന്നത്. മൊട്ടായി ബറാബർ ബനായി റക്ന, ഒരേപോലെ ചെയ്തു വയ്ക്കുക അതിൻ്റെ ആ മൊട്ടായി എന്ന് പറയുന്നത് എന്താണ്, അതൊരു കലാവിരുത് തന്നെയാണ്. ഇസ് ഹുനർ കോ പാനെ മേ കാഫി സമയ ലഗ്താ ഹൈ. അപ്പോൾ ഈ ഒരു കഴിവ് ലഭിക്കാൻ വേണ്ടിയിട്ട്, ഈ കഴിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സമയമെടുക്കും, അതായത് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്, एक्सपीरियंसिൻ്റെ ആവശ്യമുണ്ട്. ടോക്കറി ബനാനെ സെ പഹലെ ഖപ്പച്ചിയോं को चिकना बनाना बहुत ज़रूरी है. അപ്പോൾ ടോക്കറി ബനാനെ സെ പഹലെ, ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഖപ്പച്ചിയാം അതിനെന്താണ് ചിക്ന, അതിനെ സ്മൂത്ത് ആക്കണം, അതിന് ഷൈനിങ് വരുത്തുന്നത് പോലെ ചെയ്തെടുക്കണം. ബഹുത് ജറൂരി, അത് അത്യാവശ്യമാണ്. യാ ഫിർ ദാവോ കാമാത്ത, വീണ്ടും ആ ദാവോ അങ്ങനത്തെ ആ രീതിയിലുള്ള കത്തി തന്നെയാണ് ഇതിന് ഉപകരിക്കുന്നത്. ഖപ്പച്ചി ബായേ ഹാത്ത് മേ ഹോത്തി ഹൈ ഓർ ദാവോ ദായേ ഹാത്ത് മേ. അപ്പോൾ ദാവോ ഈ എന്താണ് വലത്ത് കൈ കൊണ്ടും പിന്നെ ഇടത്ത് കൈ കൊണ്ട് ഖപ്പച്ചിയും പിടിക്കും. എന്നിട്ട് ദാവോ കാ ധാർദാർ സിറ ഖപ്പച്ചി കോ ദബായ, അതായത് ദാവോ കാ ധാർദാർ സിറ, ദാവോയുടെ ആ ഷാർപ്പ് എൻഡില്ല, അതിൻ്റെ ധാർദാർ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എൻഡ്, ആ സിറ ആ മുനയുള്ള അറ്റം ഖപ്പച്ചി കോ ദബായ, ഖപ്പച്ചിക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് रहता है, जबकि तर्जनी दावो के एकदम नीचे होती है. അപ്പോൾ ഇതിനെ ദായ ഹാത്ത് കൊണ്ട് ഞങ്ങൾ ദാവോ കൊണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു, പിന്നെ ബായ ഹാത്ത് കൊണ്ടാണ് ഇത് വലിക്കുന്നത്. അപ്പോൾ ദാവോക്ക് ഏകദം നീച്ചെ ഹോത്തിയെ തർജനി, ഞങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ ഈ കത്തിയുടെ നേരെ താഴെയായിരിക്കും, അതായത് ആ രീതിയിലാണ് ഇത് പിടിക്കുന്നത്. ഈ സ്ഥിതി മേ ബായേ ഹാത്ത് സെ ഖപ്പച്ചി കോ ബാർ കി ഓർ ഖീഞ്ചാ ജാത്താ ഹൈ. അപ്പോൾ ഇടത് കൈ കൊണ്ട് ഖപ്പച്ചി ഇങ്ങനെ, ഇത് വലത് കൈ കൊണ്ട് ഞങ്ങൾ ദാവോ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്, ഇൻഡെക്സ് ഫിംഗർ താഴെയാക്കിയിട്ട്. അത് ആ സമയത്ത് തന്നെ ഇടത് കൈ കൊണ്ട് ഈ ഖപ്പച്ചി ഇങ്ങനെ പിടിച്ച് പുറത്തോട്ട് നീട്ടുകയാണ് ഞങ്ങൾ. ഇസ് ദൗറാൻ ദായ അങ്കൂട്ട ദാവോ കോ അന്തർ കി ഓർ ദബാത്താ ഹൈ. അതേ സമയത്ത് ഇടത് വിരലുകൊണ്ട് ഞങ്ങൾ ദാവോ അകത്തോട്ടിങ്ങനെ പ്രസ് ചെയ്യുകയാണ്. और दावो ഖപ്പച്ചി पर दबाव बनाते हुए घिसाई करता. അപ്പോൾ ഈ കത്തി അതിൽ ഒരു എന്താണ് ദബാവ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് നൽകിക്കൊണ്ട് അതിനെന്താണ് ഘിസായി കർത്ത, അതിങ്ങനെ ഉരയ്ക്കുന്നത് പോലെ ആവുന്നു ഇങ്ങനെ വലിക്കുമ്പോൾ. ഞങ്ങൾ ഇടത് കൈ കൊണ്ട് ഖപ്പച്ചിയെ വലിക്കുകയാണെങ്കിൽ ആ എന്താണ് ദാവോയിൽ ആ കത്തി കാരണം ആ എന്താണ് ഖപ്പച്ചിയയിൽ ഒരു ഘിസായി, ഒരു ഘർഷണം പോലെ അല്ലേ, ഇങ്ങനെ ഒരു ഒരയുന്നത് പോലെ ആയി മാറും. അപ്പോൾ ജബ് തക് ഖപ്പച്ചി ഏകദം ചിക്നി നഹി ഹോ ജാത്തി യ പ്രക്രിയ ദോഹരായി ജാത്തി ഹെ. അപ്പോൾ ഈ എന്താണ് ഖപ്പച്ചിയിൽ
ഈ എന്താണ് ദാവോ, അതായത് ഈ കത്തി അതിൽ ഒരയുന്നുണ്ട്. അപ്പോൾ ആ ഒരയുന്നത് കാരണം എന്താണ്, അതിന് ഒരു സ്മൂത്ത്നെസ്, അതൊരു ഷൈനിങ് കിട്ടും. അപ്പോൾ ചിക്നി നെയ് ഹോ ജാത്തി തബ് തക് യേ കാം ചൽത്താ രഹता है. അപ്പോൾ അത് ഷൈനിങ് വരുന്നത് വരെ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രക്രിയ ദോഹരായി ജാതി, ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ദോഹരാന എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക. ഈ പ്രക്രിയ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. इसके बाद होती है കപ്പച്ചിയോം की रंगाई. അതിന് ശേഷമാണ് रंगाई, അതായത് അതിന് കളർ കൊടുക്കുന്ന ജോലി. അപ്പോൾ इसके लिए ज़्यादातर गुड़हल, इमली की पत्तियों आदि का उपयोग किया जाता है. അപ്പോൾ അതിനായിട്ട് കൂടുതൽ എന്താണ് ഹിബിസ്കസ്, ഗുഡ്ഹൽ എന്ന് പറഞ്ഞാൽ ഹിബിസ്കസ്, അതായത് ചെമ്പരത്തി പൂവിൻ്റെയും പിന്നെ ഇംലിക്ക് പത്തിയും, ഇംലി എന്ന് പറഞ്ഞാൽ പുളിയുടെ ആ ഇലകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കളറിങ് കൊടുക്കുന്നത്, കളേഴ്സ് നൽകുന്നത്. അധിക ഉപयोग किया जाता है. काले रंग के लिए उन्हें आम की छाल में लपेटकर कुछ दिनों के लिए मिट्टी में दबाकर रखा जाता है. അപ്പോൾ കറുത്ത നിറം ലഭിക്കാനായിട്ട് ആം കി ഛാൽ മേ, മാങ്ങയുടെ ആ തൊലിയിൽ ഇങ്ങനെ ലപ്പേട്കർ, അതിങ്ങനെ എന്താണ് ചുറ്റിയിട്ട്, കുച്ച് ദിനോം കേലി, അതിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കുറച്ച് സമയത്തേക്ക് ഈ മണ്ണിൻ്റെ ഇടയിൽ അതിനെ മൂടിയിടും. ദബാക്കർ രഖാ ജാത്താ ഹൈ. ബാസ് കി ബുനായി വൈസെ ഹി होती है जैसे कोई और बुनाई. അപ്പോൾ സാധാരണ എങ്ങനെയാണോ ഇങ്ങനെ നെയ്തെടുക്കുന്നത്, ഈ മറ്റേ കൊട്ടയൊക്കെ ഞങ്ങൾ കേരളത്തിലൊക്കെ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ബാസ്കി ബുനായി വൈസെ ഹി ഹോത്തി ഹൈ. സാധാരണ അതുപോലെ തന്നെ എങ്ങനെയാണോ ബാസ്ക്കറ്റൊക്കെ തുന്നുന്നത് അതുപോലെ തന്നെ. पहले कपच्चियों को चित्र में दिखाई गए तरीके से आड़ा तिरछा रखा जाता है. അപ്പോൾ ആദ്യം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട്, അതായത് ആടാ തിർച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും ആദ്യം കപ്പച്ചിയോംകോ, ആ സ്ട്രിപ്സിന്. പിന്നെ फिर बाने को बारी बारी से ताने के ऊपर नीचे किया जाता है. इसे चेक का डिज़ाइन बनता है. അപ്പോൾ ഫിർ ബാനേക്കോ, അതായത് ഇങ്ങനെ തിക്നെസ്സും പിന്നെ ലെങ്ത്തും വൈസ് അങ്ങനെ പറയുന്നതാണ് താനെ ബാനെ എന്ന് പറയുന്നത്. അപ്പോൾ ബാനേക്കോ, ഈ എന്താണ് തിക്നെസ്സിൽ മുറിച്ചിരിക്കുന്ന ഈ സ്ട്രിപ്സ് ബാരി ഓരോന്നായിട്ട് ഈ ലെങ്ത്തിൽ ഇങ്ങനെ മുറിച്ചിരിക്കുന്ന ആ സ്ട്രിപ്സിൻ്റെ ഊപ്പർ നീച്ച്, മുകളിലും താഴോട്ടുമായിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെക്കിൻ്റെ ഡിസൈനായിട്ട് വരും. ചെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്വയറിലായിട്ട് ഇങ്ങനെ ഡിസൈനിൽ വരും. അപ്പോൾ പലങ്കി നിവാഡ്ക്ക് ബുനായിക്ക് തരാം. അപ്പോൾ പലങ്ക ആ കട്ടിലിൽ ഞങ്ങൾ എന്താണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്സ് ഇങ്ങനെ മുറിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് പലങ്ക് കട്ടിലിൽ. അപ്പോൾ അതിന് തിക്കായിട്ടുള്ള സ്ട്രിപ്സാണ് ഉപയോഗിക്കാറ്, നല്ല കട്ടിയിലുള്ള. അപ്പോൾ അതിനെയാണ് നിവാഡ് എന്ന് പറയുന്നത്. പലങ്കി നിവാഡ്ക്ക് ബുനായിക്ക് തരാം. അതെങ്ങനെയാണോ തുന്നിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ചെക്സ് പോലെ കാണാൻ സാധിക്കും. അപ്പോൾ टुइल बुनना हो तो हर एक बाना 2 या 3 तानों के ऊपर और नीचे से जाता है. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് ബാരി സെ താനേക്ക് ഊപ്പർ നീച്ചെ കിയാ ജാത. അപ്പോൾ ഓരോന്നിൻ്റെയും താഴെ കൂടെയും മുകളിലൂടെയും എടുത്തിട്ടാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ചെക്ക് ഡിസൈൻ ഉണ്ടാക്കുന്നത്. അതുപോലെ വേറൊരു ഡിസൈനാണ് ഇവിടെ പറഞ്ഞത് ടുയിൽ, അതായത് ഡയഗണൽ ഷേപ്പിൽ ഇങ്ങനെ വരും. ആ ഡിസൈൻ എങ്ങനെയാണ്, അതിന് 2-3, അതായത് 2 या 3 तानों के ऊपर से. അപ്പോൾ ബാനേക്കോ 2 या 3 तानों के ऊपर और नीचे से जाता है. അപ്പോൾ 2-3 ഇങ്ങനെ സ്ട്രിപ്സ് വിട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഡിസൈൻ ട്വിലിൻ്റെ ഡിസൈനായിട്ട് വരും. ഇസ്സെ കൈ സാരെ ഡിസൈൻ ബനായേ ജാ സക്തേ ഹൈ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ഡിസൈന് മാറ്റി ചെയ്യാൻ പറ്റും. ഇസ്സെ കൈ സാരെ കുറേ എന്താണ് ഡിസൈൻസ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. टोकरी के सिरे पर खपच्चियों को या तो चोटी की तरह गूंथ लिया जाता है या फिर कटे सिरों को नीचे की ओर मोड़कर फंसा दिया जाता है. അപ്പോൾ ടോക്കറി കെ സിരെ പർ ഖപ്പച്ചിയോംകോ, അതായത് ബാസ്ക്കറ്റിൻ്റെ മറ്റേ സ്ട്രിപ്സിൻ്റെ അറ്റത്തെത്തുമ്പോൾ സിരെ പർ ഖപ്പച്ചിയോംകോ ആ സ്ട്രിപ്സൊക്കെ എടുത്തിട്ട് യാതോ ചോട്ടിക്ക് തര ഗൂന്ത് ലിയാ ജാത്ത. ഈ പ്ലാറ്റ്സൊക്കെ ചെയ്യത്തില്ല, ഞങ്ങളുടെ മുടിയിലൊക്കെ ഞങ്ങൾ പിന്നിടത്തില്ല, അതുപോലെ ചോട്ടിക്ക് തര ഗൂന്ത് ലിയാ ജാത്ത ഹൈ. യാ ഫിർ കട്ടേ സിറോങ്കോ നീച്ചയ്ക്ക് ഓർ മോഡ്കർ. പിന്നെ അതിനുശേഷം അത് എൻഡ് ഇങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ എൻഡ് എടുത്തിട്ട് അകത്തോട്ട് മടക്കി നീച്ചയ്ക്ക് ഓർ മോഡ്കർ ഫസാ ദിയാ ജാത്ത. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ സിറ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ അകത്തോട്ട് എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് വെക്കും. ഫസാ ദിയാ ജാത്ത, അതിൽ കുടുക്കി വെക്കും. ഓർ ഹമാരി ടോക്കറി തയ്യാർ. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് തയ്യാർ.
चाहो तो बेचो या घर पर ही काम में ले लो. അല്ലെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. ബാസ് സേ മേരാ റിശ്ത. ബാസ് ബാംബുവുമായിട്ടുള്ള എൻ്റെ ബന്ധം. ബാസ് കാ യേ ഝുർമുട്ട് മുझे അമീർ ബനാ ദേത്താ ഹൈ. അപ്പോൾ ബാസിൻ്റെ ഈ സമൂഹം, അതായത് ഈ കൂട്ടം ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുക. ബാംബൂസിൻ്റെ ഇങ്ങനെ ഒരു എന്താണ് ക്ലംപ് എന്ന് പറയാം. അപ്പോൾ ഒരുമിച്ചാണ് അത് നിൽക്കുക. അപ്പോൾ അതിനെയാണ് ജുർമുട്ട് എന്ന് പറയുന്നത്, ഒരു സമൂഹം. ഈ ബാസിൻ്റെ സമൂഹം മുझे അമീർ ബനാ ദേത്താ ഹൈ, എന്നെ പണക്കാരനാക്കുകയാണ്. അപ്പോൾ ലേഖകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാംബുവിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് പറയുകയാണ്. ഇसे मैं अपना घर बना सकता, അതുകൊണ്ട് വീടുണ്ടാക്കാം. ബാസ് കെ ബർത്തൻ, അതുകൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ. പിന്നെന്താണ് ടൂൾസ്, ഔസാർ എന്ന് പറഞ്ഞാൽ ടൂൾസ് ഉപയോഗിക്കാം. പിന്നെ സൂഖേ ബാസ് കോ മേ ഇന്ധൻ കി തറ ഇസ്തമാൽ കർത്താ, ഉണങ്ങിയ ബാംബു ഞാൻ കത്തിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ബാസ് കാ കോയില, അത് കത്തിയ ആ ബാസ്, ആ ബാംബുവിൻ്റെ കൽക്കരി എനിക്ക് ഉപയോഗിക്കാം. പിന്നെ ബാസ് കാ അച്ചാർ, ഈ ബാംബുവിൻ്റെ അകത്തുള്ള ഒരു സാധനമുണ്ട്, അത് കറിയിലുമൊക്കെ ഇടാറുണ്ട്. പിന്നെ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ലേഖകൻ പറയുകയാണ് എനിക്ക് അച്ചാർ ഉണ്ടാക്കാം. പിന്നെ ബാസ്കെ പാലിനെ മേ മേരാ ബച്പൻ ഗുസ്ര. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഞാൻ കഴിച്ചു കൂട്ടിയത് ഒരു ആ തൊട്ടിലാണ്, അതായത് ബാംബുവിൻ്റെ തൊട്ടിലാണ്. അപ്പോൾ ബാംബു കൊണ്ടുണ്ടാക്കിയ തൊട്ടിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കിടന്നിരുന്നത്. പിന്നെ പത്നി ഭി തോ मैंने ബാസ്കി ടോക്കറി കെ ജരിയെ പായി. അപ്പോൾ ഒരു കസ്റ്റമുണ്ട്, ബ്രൈഡിനെ കുട്ടയിലിരുത്തിയിട്ടാണ്, ബാസ്ക്കറ്റിലിരുത്തിയിട്ടാണ് കൊണ്ടുവരാറ് കല്യാണ മണ്ഡപത്തിൽ. അപ്പോൾ അതൊരു കസ്റ്റമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ലേഖകൻ പറയുന്നത് പത്നി ഭി തോ मैंने ബാസ്കി ടോക്കറി കെ ജരിയെ പായി. എനിക്ക് ഭാര്യ ലഭിച്ചതും ഒരു ബാംബുവിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെന്താണ് और फिर अंत में बांस पर ही लिटाकर मुझे मरघट ले जाया जाएगा. അപ്പോൾ എൻ്റെ അവസാനം, അതായത് ഞാൻ മരിക്കുകയാണെങ്കിലും ആ ബാസിൽ തന്നെ കിടത്തിയിട്ടാണ്, ആ ബാംബുവിൽ തന്നെ കിടത്തിയിട്ടാണ് എന്നെ ശ്മശാനത്തിലോട്ട് കൊണ്ടുപോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ബാംബുവിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാംബുവുമായിട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ബാംബുവുമായിട്ടുള്ള ബന്ധം, അതാണ് അദ്ദേഹം പറയാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് എഴുതിയത് എലക്സ് എം ജോർജ് ആണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ശശി സബ്ലോക്. കർത്തബ് എന്ന് പറഞ്ഞാൽ കറാമാത്ത്, അതായത് പെർഫോമൻസ്. പിന്നെ ദഫ്നായ എന്ന് പറഞ്ഞാൽ മുർദേക്കു ജമീൻ മേ ഗാഡ്നെ കാ കാം, അതായത് അടക്കം ചെയ്യുക. ബഹുതായത്ത് എന്ന് പറഞ്ഞാൽ ബഹുത് അധികം, വളരെയധികം അല്ലെങ്കിൽ സമൃദ്ധമായി. ചലൻ എന്ന് പറഞ്ഞാൽ റിവാസ് അല്ലെങ്കിൽ കസ്റ്റം. പ്രചലൻ എന്ന് പറഞ്ഞാൽ ചലൻ, അതായത് ട്രെൻഡ്. തർക്കീബ് എന്ന് പറഞ്ഞാൽ തരീക്ക, ഒരു ഐഡിയ. ഈന്ധൻ എന്ന് പറഞ്ഞാൽ ജലാനിക്ക സാമാൻ, കത്തിക്കാനുള്ള സാധനം. പിന്നെ പാലന എന്ന് പറഞ്ഞാൽ ജൂല, അതായത് തൊട്ടിൽ. മസലൻ ഉദാഹരണത്തിനായി എന്ന് പറയത്തില്ലേ, മസലൻ എന്ന് വെച്ചാൽ. പിന്നെ ഗഠാൻ എന്ന് പറഞ്ഞാൽ ഗാണ്ട്, കെട്ട്. ഹുനർ എന്ന് പറഞ്ഞാൽ കലാകാരി, കരവിരുത് അല്ലെങ്കിൽ കലാകാരി. തർജനി എന്ന് പറഞ്ഞാൽ അങ്കൂട്ടേക്ക് പാസ്കി ഉംഗ്ലിത്ത്, അത് ഇൻഡെക്സ് ഫിംഗർ. പിന്നെ ദൊറാൻ എന്ന് പറഞ്ഞാൽ ബീച്ച്, അതിൻ്റെ ഇടയ്ക്ക്. പ്രക്രിയ എന്ന് പറഞ്ഞാൽ തരീക്ക, രീതി. പിന്നെ ശംഖു എന്ന് പറഞ്ഞാൽ കോണിക്കൽ ഷേപ്പാണ്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. കീപ് റീഡിങ്, കീപ് ലേണിംഗ്. ഹാപ്പി ലേണിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.